ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. രജനികാന്തിന്റെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി എന്ന സിനിമയുടെ ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ടതല്ലാത്ത റിപ്പോർട്ടുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. കൂലി സിനിമയുടെ ആദ്യ ഷോ കേരളത്തിലും ലോകമെമ്പാടും എത്ര മണിക്ക് ആരംഭിക്കും, ആദ്യ അഭിപ്രായങ്ങൾ എപ്പോൾ പുറത്തുവരും, സിനിമയുടെ പ്രിവ്യൂ റിപ്പോർട്ട് എന്താണ്, അതോടൊപ്പം തന്നെ സിനിമ LCUവിൽ പെടുന്ന സിനിമയാണോ തുടങ്ങിയ റിപ്പോർട്ടുകളെല്ലാം തന്നെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സിനിമയുടെ ലോകത്തെ ആദ്യ ഷോ ഇന്ത്യൻ സമയം പുലർച്ചെ 4 മണിക്കായിരിക്കും ആരംഭിക്കുക. 2 മണിക്കൂർ 50 മിനിറ്റ് ആണല്ലോ സിനിമയുടെ ഡ്യൂറേഷൻ. അങ്ങനെങ്കിൽ A സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമയുടെ ആദ്യ യഥാർത്ഥ അഭിപ്രായങ്ങൾ രാവിലെ 7:30 മുതൽ വന്നു തുടങ്ങുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ കേരള പ്രദർശനം രാവിലെ 6 മണിക്കായിരിക്കും ആരംഭിക്കുക. ഒരു 9:15-9:30 സിനിമയുടെ കേരളത്തിലെ ആദ്യ യഥാർത്ഥ അഭിപ്രായങ്ങളും വന്നു തുടങ്ങുന്നതാണ്. തമിഴ്നാട്ടിലെ അഭിപ്രായങ്ങൾ വരാനായിട്ട് തന്നെ ആയിരിക്കും വൈകുക. ഉച്ചയോടെ മാത്രമേ തമിഴ്നാട്ടിലെ പ്രേക്ഷകരുടെ ആദ്യ കൂലി അഭിപ്രായങ്ങൾ വന്നു തുടങ്ങുകയുള്ളൂ. എന്തായാലും നല്ല അഭിപ്രായങ്ങൾ സിനിമ നേടിയെടുക്കട്ടെ എന്ന് ആശംസിക്കാം. ഇനി കൂലിയുടെ പ്രിവ്യൂ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ആദ്യ പ്രദർശനം ലോകത്ത് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ പലരെയും സിനിമ കാണിച്ചിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ സിനിമയുടെ ഒരു ഒഫീഷ്യൽ പ്രിവ്യൂ റിപ്പോർട്ട് അഭിപ്രായം ഉദയനിധി സ്റ്റാലിന്റെ ഭാഗത്ത് നിന്ന് വരെ വരുന്നൊരു കാഴ്ച കണ്ടു. അത് പ്രകാരം പ്രേക്ഷകരുടെ മനസ്സ് നിറയ്ക്കാനായിട്ട് കൂലിക്ക് കഴിയുമെന്നും ഒരു പവർ പാക്ക് മാസ് ആക്ഷൻ എന്റർടൈനർ സിനിമ തന്നെയാണ് കൂലി എന്ന് കൂടി അദ്ദേഹം കൺഫേം ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെയുള്ള മറ്റു ചില അഭിപ്രായങ്ങളെല്ലാം തന്നെ പ്രകാരം സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങളിൽ കുറഞ്ഞതൊന്നും തന്നെ നാളെ നേടിയെടുക്കാനായിട്ട് പോകുന്നില്ല എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കൂലി വിക്രം പോലൊരു സിനിമയായിരിക്കും എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന മറ്റൊരു ഇൻസൈഡ് റിപ്പോർട്ട്. വിക്രം എന്ന സിനിമയിൽ ആദ്യം ഒരുപാട് ഫഹദിനെ കാണിച്ചുകൊണ്ടാണല്ലോ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെയായിരിക്കും കൂലി എന്ന സിനിമയുടെ ആദ്യ പകുതിയെന്നും രണ്ടാം പകുതിയായിരിക്കും ഞെട്ടിക്കാനായിട്ട് പോകുന്നതെന്നും സർപ്രൈസ് എലമെന്റ്സ് എല്ലാം തന്നെ ഉള്ള സിനിമയാണ് കൂലി തുടങ്ങിയ റിപ്പോർട്ടുകളെല്ലാം തന്നെയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. സർപ്രൈസുകളിൽ ഒരു കാമിയോ റോളും പെട്ടേക്കുമെന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ഉണ്ട്. ശിവകാർത്തികേയന്റെ, വിജയ് സേതുപതിയുടെ എല്ലാം തന്നെ കാമിയോ റൂമേഴ്സ്, കമൽഹാസന്റെ വോയിസ് ഓവർ എല്ലാം തന്നെ റൂമേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ഇനി കൂലി LCUവിൽ പെട്ട സിനിമയാണോ എന്നൊരു ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരികയാണെങ്കിൽ അതിന്റെയും ഒഫീഷ്യൽ അപ്ഡേറ്റ് ലോകേഷ് തന്നെ ഏറ്റവും ഒടുവിൽ നൽകിയിരിക്കുകയാണ്. മുൻപും കൂലി LCUവിൽ പെട്ട സിനിമ അല്ല എന്ന് ലോകേഷ് തന്നെ കൺഫേം ചെയ്തതാണെങ്കിൽ പോലും അടുത്ത കാലത്ത് പല തിയറീസ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തന്നെ കണ്ടിരിക്കുമല്ലോ. ഇന്നിപ്പോഴത്തെ ഏറ്റവും അവസാനം ഒരു നന്ദി പോസ്റ്റിലാണ് കൂലി LCUവിൽ പെട്ട സിനിമയാണോ അല്ലയോ എന്നൊരു ചോദ്യത്തിന് ലോകേഷ് തന്നെ മറുപടി നൽകിയിരിക്കുന്നത്. ഇന്ന് രാത്രി വന്ന നന്ദി പോസ്റ്റിൽ കൂലി സ്റ്റാൻഡ് അലോൺ സിനിമയാണ് എന്ന് പ്രത്യേകം ബോൾഡ് ചെയ്തെല്ലാം തന്നെ എടുത്തു പറയുന്ന ഒരു ലോകേഷിനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. തന്റെ കരിയറിലെ തന്നെ വലിയ സിനിമകളിൽ ഒന്നിന്റെ റിലീസിന്റെ തലേ ദിവസം രാത്രി സ്റ്റാൻഡ് അലോൺ സിനിമ എന്നൊക്കെ ആ സിനിമയെക്കുറിച്ച് എടുത്തു പറയണമെങ്കിൽ അത് കള്ളമായിരിക്കില്ല എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ കൂലി LCU അല്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നേരത്തെ ലിയുടെ കാര്യത്തിൽ LCU ആണോ എന്നൊരു ചോദ്യത്തിന് നിങ്ങൾ തന്നെ നാളെ സിനിമ കണ്ട് മനസ്സിലാക്കുമെന്നാണ് അന്ന് ലോകേഷ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അപ്പോൾ ആ വരികളും ഇന്നത്തെ വരികളും വെച്ച് നോക്കുകയാണെങ്കിൽ കൂലി LCUവിൽ പെട്ട സിനിമയല്ല. ബാക്കിയെല്ലാം തന്നെ നാളെ കണ്ടറിയാം. കാത്തിരിക്കൂ കൂടുതൽ കൂലി വാർത്തകൾക്ക്.